السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഏറെ സ്നേഹം നിറഞ്ഞ ഖുർആൻ പഠിതാക്കളെ, സൂറത്തുൽ അഹ്സാബിലെ 27 വചനങ്ങളാണ് നമ്മൾ മനസ്സിലാക്കുകയുണ്ടായത്. അവസാനമായിക്കൊണ്ട് അഹ്സാബ് യുദ്ധത്തിന് ശേഷം ബനു ഖുറൈള, അതേപോലെ തന്നെ ബനു നദീർ, ഈ ഗോത്രങ്ങളിൽ നിന്ന് കുറേ സ്വത്തുക്കൾ മുസ്ലിങ്ങൾക്ക് അധീനമാവുകയുണ്ടായി. ഈ ഒരു സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കുറേ ധനം കൈവന്നിട്ടുണ്ട്, കുറേ ധനം ലഭിച്ചിട്ടുണ്ട് എന്ന് ധരിച്ചുകൊണ്ട് പ്രവാചകൻ്റെ പത്നിമാർ, ഭാര്യമാർ പ്രവാചകനെ സമീപിക്കുകയാണ്. എന്നിട്ട് അവർ പറയുന്ന കാര്യങ്ങളാണ് നമ്മൾ അവസാനമായിക്കൊണ്ട് മനസ്സിലാക്കിയത്. പ്രവാചകനോട് വന്ന് അവർ പറയുകയാണ്: പ്രവാചകരെ, റോമയിലെ കൈസറിൻ്റെയും പേർഷ്യയിലെ ഖുസ്രുവിൻ്റെയും പെൺമക്കൾക്ക് ആഭരണങ്ങൾ, വസ്ത്രങ്ങൾ, വേലക്കാർ, ഭൃത്യന്മാർ എന്നിവയൊക്കെ ഉണ്ട്. ഞങ്ങൾക്ക് അതൊന്നുമില്ല, ഞങ്ങളുടെ ഇല്ലായ്മയും ഒക്കെ അങ്ങേക്കറിയാമല്ലോ എന്ന് പറയുകയാണ്. അങ്ങനെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് വല്ലാത്ത വിഷമമായി. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകനോട്, തൻ്റെ പത്നിമാരോട് പറയുവാൻ വേണ്ടി പറയുന്ന ആയത്തുകളാണ് ഇനി ഉള്ള 2 ആയത്തുകൾ. ഇൻഷാ അല്ലാഹ് ഇനിയുള്ള 3 ആയത്തുകളാണ് ഇന്ന് ഇൻഷാ അല്ലാഹ് ഈ ഒരു ക്ലാസ്സിൽ നമുക്ക് പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇൻഷാ അല്ലാഹ് പാരായണം ചെയ്യുകയാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. യാ അയ്യുഹൻ നബിയ്യു ഖുൽ ലിഅസ്വാജിക ഇൻ കുൻതുന്ന തുരിദ്നൽ ഹയാത്തദ് ദുനിയാ വസീനതഹാ تردن الحياة الدنيا وزينتها فتعالين أمتعكن وأسرحكن سراحا جميلا وإن كنتن تردن الله ورسوله والدار الآخرة فإن الله أعد للمحسنات منكن أجرا عظيما. അല്ലാഹു സുബ്ഹാനഹു വ തആല 28-ാമത്തെ വചനത്തിൽ പറയുകയാണ്: യാ അയ്യുഹൻ നബിയു, പ്രവാചകരെ, പ്രവാചകനെ വിളിച്ചിട്ട് പറയാണ്: ഖുൽ, താങ്കൾ പറയുക, ലി അസ്വാജിക, താങ്കളുടെ പത്നിമാരോട് താങ്കൾ പറയുക, ഇൻ കുന്തുന്ന തുരിദ്നൽ ഹയാത്തദ് ദുനിയാ, ഇൻ കുന്തുന്ന നിങ്ങൾ ആണെങ്കിൽ, തുരിദ്ന നിങ്ങൾ ഉദ്ദേശിക്കുന്നു, അൽ ഹയാത്തദ് ദുനിയാ ഐഹിക ജീവിതവും, വസീനതഹ അതിൻ്റെ അലങ്കാരവും, നിങ്ങൾ അതാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ, ഫതആലൈന നിങ്ങൾ വരൂ, ഫതആലൈന എന്ന് പറഞ്ഞാൽ നിങ്ങൾ വരൂ, ഉമത്തിനുക്കും നിങ്ങൾക്ക് ഞാൻ ജീവിത വിഭവം നൽകാം. ഉമത്തിയക്കും എന്ന് പറഞ്ഞാൽ ജീവിത വിഭവം നൽകാം. ഇൻഷാ അല്ലാഹ് ഇവിടെ ഉമത്തിയക്കും എന്ന് ഉദ്ദേശിച്ചത് എന്താണെന്ന് നമുക്ക് ഇൻഷാ അല്ലാഹ് വിശദീകരിക്കാം. ഉസർരിഹ്കുന്ന സറാഹൻ ജമീല, ഭംഗിയായ നിലയിൽ നിങ്ങളെ ഞാൻ മോചിപ്പിച്ച് അയച്ചു തരികയും ചെയ്യാം എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അപ്പോൾ നിങ്ങൾ ഈ ഇഹലോകം, ഐഹിക ജീവിതവും അതിൻ്റെ ആഡംബരവും അതിൻ്റെ അലങ്കാരവുമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഉമത്തിയക്കും ജീവിത വിഭവം നൽകാം. ഇവിടെ ഉമത്തിയക്കും എന്ന് ഉദ്ദേശിക്കുന്നത് മുത്താത്താണ്. മുത്താത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭർത്താവ് ഒരു ഭാര്യയെ വിവാഹമോചനം ചെയ്യുകയാണ്, തലാക്ക് ചെയ്യുകയാണ്. ആ തലാക്ക് ചെയ്യുന്ന സമയത്ത് ആ ഒരു സ്ത്രീക്ക് ഒരു മനസ്സമാധാനം എന്ന നിലക്ക്, അതേപോലെ തന്നെ തൽക്കാല ആശ്വാസം എന്ന നിലക്ക് ഒരു പാരിതോഷികം കൊടുക്കേണ്ടതുണ്ട്. ആ ഒരു പാരിതോഷികത്തിനാണ് മുത്താത്ത് എന്ന് പറയുന്നത്. അപ്പോൾ മുത്താത്ത് നൽകുകയും ആ ഒരു പാരിതോഷികം നൽകുകയും നിങ്ങളെ മോചിപ്പിക്കുകയും ചെയ്യാം, നല്ല രൂപത്തിൽ മോചിപ്പിക്കുകയും ചെയ്യാം എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. എന്നിട്ട് പ്രവാചകനോട് തുടർന്ന് പറയുകയാണ്: വഇൻ കുൻതുന്ന തുരിദ്ന അല്ലാഹ വറസൂലഹു വദ്ദാറൽ ആഖിറത ഫഇന്നല്ലാഹ അഅദ്ദ ലിൽ മുഹ്സിനാതി മിൻകുൻ അജ്റൻ അദീമ. വഇൻ കുൻതുന്ന നിങ്ങളാണെങ്കിൽ, തുരിദ്ന നിങ്ങൾ ഉദ്ദേശിക്കുന്നു, അല്ലാഹ വറസൂലഹു അല്ലാഹുവിനെയും റസൂലിനെയുമാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്, വദ്ദാറൽ ആഖിറ അതേപോലെ തന്നെ പരലോക ഭവനത്തെയുമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ, ഉദ്ദേശിക്കുന്നതെങ്കിൽ, ഫഇന്നല്ലാഹ നിശ്ചയമായും അല്ലാഹു അഅദ്ദ ഒരുക്കി വെച്ചിട്ടുണ്ട്, ലിൽ മുഹ്സിനാത്തി നിങ്ങളിൽ നിന്നുള്ള നിങ്ങളുടെ കൂട്ടത്തിലെ ചതുർത്ഥകളായിക്കൊണ്ടുള്ള സ്ത്രീകൾക്ക് അവർക്ക് അല്ലാഹു ഒരുക്കി വെച്ചിട്ടുണ്ട് അജ്റൻ അദീമ, മഹത്തായ പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടെ അല്ലാഹു പറഞ്ഞു തരുന്നത്.
സഹോദരങ്ങളെ, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ചില വിഷയങ്ങളുണ്ട് അല്ലേ. ഐഹിക സുഖവും അതേപോലെ തന്നെ ഐഹിക ജീവിതത്തിലുള്ള ആഡംബരങ്ങൾ, അതാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ ഞാൻ നിങ്ങളെ വിവാഹമോചനം നൽകി വിട്ടേക്കാം. ഇനി അള്ളാഹുവിൻ്റെയും അതേപോലെ തന്നെ റസൂലിൻ്റെയും പ്രീതിയും പരലോക സൗഖ്യവുമാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അതേപോലെ തന്നെ പ്രവാചകനും പരലോക സൗഖ്യമാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ നിങ്ങൾ ഇപ്പോൾ പറഞ്ഞ ഈ ഒരു ആവശ്യം എന്നുള്ളത് അത് നിങ്ങൾക്ക് യോജിക്കുന്ന അനുയോജ്യമായതല്ല. ഐഹികമായ ആഡംബര മോഹം, ഐഹിക ജീവിതത്തിലുള്ള മോഹം, അതേപോലെ തന്നെ പാരത്രിക ഗുണങ്ങൾ അതൊരിക്കലും സമ്മേളിക്കുകയില്ല, അതൊരിക്കലും യോജിച്ച് വരികയില്ല. അപ്പോൾ ഇവിടെ ഈ ജീവിതത്തിൽ വെച്ച് നന്മയും പുണ്യവും ചെയ്യുന്ന ആൾക്കാർക്ക്, പ്രത്യേകിച്ചും പ്രവാചകന്മാരുടെ ഭാര്യമാർക്ക് വമ്പിച്ച പ്രതിഫലം അള്ളാഹുവിങ്കിൽ ലഭിക്കാനിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ രണ്ടിലേതാണ് നിങ്ങൾക്ക് ഇഷ്ടം, നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടമെന്ന് നിങ്ങൾ തീർച്ചപ്പെടുത്തി പറയണമെന്നാണ് ഈ ഒരു വചനത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രവാചകനോട് തൻ്റെ പത്നിമാരോട് പറയുവാൻ വേണ്ടി പറയുന്നത്. അപ്പോൾ ഈ ഒരു ആയത്ത് തഖ്സീർ എന്ന് പേര് കൊടുക്കുന്നത് കാണാൻ സാധിക്കും. അതായത് അഭിപ്രായത്തിനുള്ള വിട്ടുകൊടുക്കുന്ന ആയത്ത്. ഈ ഒരു സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 9 ഭാര്യമാർ ആ ഒരു സമയത്ത് ഉണ്ടായിരുന്നു. ഖുറൈശി ഗോത്രത്തിൽപ്പെട്ട ആയിഷ റളിയല്ലാഹു അൻഹ, അതേപോലെ തന്നെ ഹഫ്സ റളിയല്ലാഹു അൻഹ, ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹ, സൗദ റളിയല്ലാഹു അൻഹ, ഉമ്മു സലമ റളിയല്ലാഹു അൻഹ, അസദ് ഗോത്രത്തിൽപ്പെട്ട വംശത്തിൽപ്പെട്ട സൈനബ് റളിയല്ലാഹു അൻഹ, ഹിലാൽ ഗോത്രത്തിൽപ്പെട്ട മൈമൂന റളിയല്ലാഹു അൻഹ, ബനു നദീർ വംശത്തിൽപ്പെട്ട സഫിയ റളിയല്ലാഹു അൻഹ, ബനു മുസ്തലഖ് ഗോത്രക്കാരിയായ ജുവൈരിയ റളിയല്ലാഹു അൻഹ. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഈ സമയത്ത് 9 ഭാര്യമാരാണ് ഉണ്ടായിരുന്നത് അല്ലേ. ഈ ഒരു കാര്യം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു പറയാൻ പറഞ്ഞ കാര്യം അതിലൊരു ഗൗരവം അടങ്ങിയ ഒരു ചോദ്യമാണ്. അപ്പോൾ വിശ്വാസികൾക്ക് അത് പെട്ടെന്ന് മനസ്സിലാകും അല്ലേ. ആ ഒരു ഗൗരവം മനസ്സിലാക്കുവാൻ അവർക്ക് പ്രയാസമില്ല. ഇത് പ്രവാചകൻ്റെ ഭാര്യമാർ അത് മനസ്സിലാക്കുകയും അവരെല്ലാവരും ഏകസ്വരത്തിൽ അള്ളാഹുവിനെയും റസൂലിനെയുമാണ് ഞങ്ങൾ തിരഞ്ഞെടുക്കുന്നത് എന്ന് പറയുന്നത് നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. അങ്ങനെ ഈ ഒരു വിഷയത്തിൽ തന്നെ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു ഹദീസ് ഉണ്ട്. ജാബിർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നതായി കൊണ്ട് മുസ്ലിം റഹിമഹുള്ളയും അതേപോലെ തന്നെ അഹ്മദ് റഹിമഹുള്ളയും നിവേദനം ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതിൽ ഇദ്ദേഹം പറയുകയാണ്, ജാബിർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, അബൂബക്കർ റളിയല്ലാഹു അൻഹു ഒരിക്കൽ പ്രവാചകൻ്റെ വീട്ടിലേക്ക് ചെന്നു. അങ്ങോട്ട് വാതിൽക്കൽ ചെന്നുകൊണ്ട് പ്രവേശിക്കുവാനുള്ള അനുമതി ചോദിച്ച സമയത്ത് കുറേ ആൾക്കാർ അവിടെയുണ്ട്. വാതിലിൻ്റെ അടുത്ത് കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ പ്രവേശനം അതിനുള്ള സമ്മതം കൊടുത്തില്ല. അങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹും അവിടെ എത്തി. അവർക്ക് സമ്മതം ലഭിച്ചില്ല, ഉമർ റളിയല്ലാഹു അനുവാദം ലഭിച്ചില്ല. അങ്ങനെ കുറച്ച് കഴിഞ്ഞ ശേഷം അവർക്ക് രണ്ടുപേർക്കും അകത്തേക്ക് പ്രവേശിക്കുവാൻ അനുവാദം ലഭിക്കുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ മുണ്ടാതിരിക്കുന്നുണ്ട്, മൗനിയായിക്കൊണ്ടിരിക്കുന്നുണ്ട്. പ്രവാചകൻ്റെ ചുറ്റും തൻ്റെ ഭാര്യമാരും ചുറ്റും കൂടിയിരിക്കുന്നുണ്ട്. ആ ഒരു സമയത്ത് ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, പ്രവാചകരെ, ഞാൻ ഇനി ഒരു കാര്യം പറയും, അത് പറഞ്ഞു കഴിഞ്ഞാൽ താങ്കൾ ചിലപ്പോൾ ചിരിക്കും. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയാണ്, അള്ളാഹുവിൻ്റെ റസൂലെ, സെയ്ദിൻ്റെ മകൾ, അഥവാ ഉമർ റളിയല്ലാഹുവിൻ്റെ ഭാര്യയെ ഉദ്ദേശിച്ചുകൊണ്ടാണ് പറയുന്നത്, കുറച്ച് മുമ്പ് എന്നോട് ചിലവിന് ആവശ്യപ്പെട്ടു, ചിലവ് കൊടുക്കുവാൻ വേണ്ടി ആവശ്യപ്പെട്ടു. അപ്പോൾ ഞാൻ ആ ഒരു സമയത്ത് ഭാര്യയുടെ കഴുത്തിനൊരു ഇടി കൊടുത്തു. അത് നിങ്ങൾ കണ്ടിരുന്നെങ്കിൽ എന്ന് ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് കേട്ട സമയത്ത് ചിരിച്ചു. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദാ എൻ്റെ ചുറ്റും കൂടിയിരിക്കുന്ന എൻ്റെ ഭാര്യമാർ, അവരും എന്നോട് ചിലവ് ചോദിച്ചിട്ടുണ്ട്, അവരും അതിനു വേണ്ടിയിട്ടാണ് വന്നുകൂടിയിരിക്കുന്നത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഈ ഒരു സമയത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ മകളായ ആയിഷ റളിയല്ലാഹു അൻഹ പ്രവാചകൻ്റെ പത്നിമാരിൽ ഒരാളാണ്. അതേപോലെ തന്നെ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ മകളായ ഹഫ്സ റളിയല്ലാഹു അൻഹ പ്രവാചകൻ്റെ പത്നിമാരിൽ ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഈ കാര്യം കേട്ട സമയത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹും ഉമർ റളിയല്ലാഹു അൻഹും തൻ്റെ പെൺമക്കളെ തുറിച്ചു നോക്കുകയാണ്. അവരുടെ നേരെ തിരിഞ്ഞു. എന്നിട്ട് അവർ അടിക്കുവാൻ വേണ്ടി ശ്രമിച്ചു. എന്നിട്ട് ചോദിച്ചു, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൈവശം ഇല്ലാത്ത കാര്യം പ്രവാചകനോട് നിങ്ങൾ ചോദിക്കുകയാണോ എന്ന് പറഞ്ഞുകൊണ്ട് അവരെ ആക്ഷേപിക്കുകയും ചെയ്ത് നമുക്ക് കാണാൻ സാധിക്കും. ആ ഒരു സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ തടയുകയാണ്. എന്നിട്ട് പ്രവാചകൻ്റെ പത്നിമാർ ആ ഒരു സമയത്ത്, ഇനി പ്രവാചകൻ്റെ പക്കൽ ഇല്ലാത്തത് ഞങ്ങൾ ഒരിക്കലും ചോദിക്കുകയില്ല, ഞങ്ങൾ ആവശ്യപ്പെടുകയില്ല എന്ന് ആ ഭാര്യമാരെല്ലാവരും അവിടെ നിന്ന്
പറയുകയാണ്. അങ്ങനെ ഈ ഒരു കാര്യം നടന്നതിന് ശേഷമാണ് ഈ ഒരു ആയത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇറക്കുന്നത്. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം ആയിഷ റളിയല്ലാഹു അൻഹയോട് ഈ ഒരു കാര്യം പറഞ്ഞു. എന്നിട്ട് പറയുകയാണ്, ഞാൻ നിന്നോടൊരു കാര്യം പറയുകയാണ്, നിന്റെ മാതാപിതാക്കളോട് ആലോചന ചെയ്തുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടൊരു മറുപടി പറയണം എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകൻ ഈ ആയത്ത് ഓതിക്കൊടുക്കുകയാണ്. യാ അയ്യുഹൻ നബിയ്യു ഖുൽ ലിഅസ്വാജിക ഇൻ കുൻതുന്ന തുരിദുനൽ ഹയാത്തദ് ദുനിയ എന്ന് തുടങ്ങുന്ന ആ വചനം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹക്ക് ഓതിക്കൊടുക്കുകയാണ്. പ്രവാചകൻ പറഞ്ഞു, ഉപ്പയോടും ഉമ്മയോടും ചോദിച്ചിട്ട് എന്താണ് ഇതിന് മറുപടി എന്ന് നിങ്ങൾ അറിയിക്കണം എന്ന് പറഞ്ഞു. പക്ഷെ ആയിഷ റളിയല്ലാഹു അൻഹ അവിടെ പറഞ്ഞു, പ്രവാചകരെ, താങ്കളുടെ വിഷയത്തിലാണല്ലോ ഈ ഒരു കാര്യം, അതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ ഉപ്പാനോടും ഉമ്മാനോടും ചോദിക്കേണ്ട ആവശ്യമില്ല, ഞാൻ അള്ളാഹുവിനെയും റസൂലിനെയും തിരഞ്ഞെടുക്കുന്നു എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, മറ്റുള്ള ഭാര്യമാർ അവരോട് ഞാൻ എന്താ പറഞ്ഞെന്ന് അവരറിയിക്കരുത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു അപേക്ഷ നടത്തി. ആ ഒരു സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഞാൻ പരുഷ സ്വഭാവിയല്ല, ആ രൂപത്തിലല്ല അള്ളാഹു സുബ്ഹാനഹു വ തആല എന്നെ അയച്ചിട്ടുള്ളത്. സൗമ്യ സ്വഭാവവും അതേപോലെ തന്നെ സൗമ്യമായി പെരുമാറുന്ന ഒരു അധ്യാപകനായിക്കൊണ്ടാണ് അള്ളാഹു എന്നെ നിയോഗിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ആരെന്നോട് ആയിഷ റളിയല്ലാഹു അൻഹ എന്താണ് തിരഞ്ഞെടുത്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു കൊടുക്കും എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഒരു സമയത്ത് പറയുന്നുണ്ട്. സഹോദരങ്ങളെ, നമുക്കറിയാവുന്നതുപോലെ തന്നെ പ്രവാചകൻ്റെ ഭാര്യമാർ എല്ലാ നിലക്കും അവർ ഉന്നത പദവിയിലാണ്, അല്ലെ? അവർക്ക് എല്ലാവരേക്കാളും നല്ല പദവിയുണ്ട്, അല്ലെ? വിശ്വാസത്തിൻ്റെ വിഷയത്തിൽ, അതേപോലെ തന്നെ ഭയഭക്തിയുടെ വിഷയത്തിൽ, പ്രവാചകനോടുള്ള സ്നേഹം, ബഹുമാനം, ആ വിഷയത്തിലൊക്കെ അവർ ഉന്നതിയിൽ തന്നെയാണ്, അവർ ഉയർന്ന പടിയിൽ തന്നെയാണ് എന്നുള്ളതൊരു സംശയമില്ലാത്ത കാര്യമാണ്. മറ്റു സ്ത്രീകൾക്കില്ലാത്ത ഉന്നത പദവികൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവർക്ക് നൽകിയിട്ടുണ്ട്. ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ സൂറത്തിൽ തന്നെ നമുക്ക് ഇവരുടെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ സ്ത്രീകൾ എന്നുള്ളത്, പ്രവാചകൻ്റെ പത്നിമാർ എന്നുള്ളത് സത്യവിശ്വാസികളുടെ മാതാക്കളും അതേപോലെ തന്നെ സമുദായത്തിൻ്റെ മാതൃക വനിതകളുമാണ് എന്നുള്ളതും നമ്മൾ പഠിച്ച കാര്യമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരുടെ ഭർത്താവാണല്ലോ, അതേപോലെ തന്നെ പ്രവാചകൻ്റെ പത്നിമാരാണല്ലോ അവർ. അതുകൊണ്ട് തന്നെ മനുഷ്യ സഹജവും സ്ത്രീ സഹജവുമായ ഇത്തരം ചില കാര്യങ്ങൾ സ്വാഭാവികമായി കൊണ്ടും അവരിൽ നിന്ന് ഉണ്ടായേക്കാം. പക്ഷേ ഈ കാര്യങ്ങളൊക്കെ, ഈ സന്ദർഭത്തിലൊക്കെ സമുദായത്തിന് വലിയ മാതൃക കാണിച്ചുകൊണ്ടും അതേപോലെ തന്നെ അവർ അറിഞ്ഞിരിക്കേണ്ട പല കാര്യങ്ങളും മുസ്ലിം സമുദായത്തിന് ഈ സ്ത്രീകൾ, ഈ പ്രവാചകൻ്റെ പത്നിമാർ പഠിപ്പിച്ചു നൽകുന്നുണ്ട്. എത്രയോ ഇസ്ലാമിക നിയമങ്ങൾ, ഉപദേശങ്ങൾ, അതേപോലെ തന്നെ ആ രൂപത്തിലുള്ള കാര്യങ്ങളൊക്കെ ഖുർആനിലും ഹദീസിലും നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയം നാം ആ രൂപത്തിലാണ് മനസ്സിലാക്കേണ്ടത്. ഇവരെ സംബന്ധിച്ചിട്ടുള്ള ഇവരുടെ പ്രാധാന്യത്തെപ്പറ്റി നമുക്ക് ഈ സൂറത്തിൽ തന്നെ ചിലത് നമുക്ക് കാണാൻ സാധിക്കും. ഇനി അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പ്രവാചകൻ്റെ പത്നിമാരെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറയുന്നതാണ് നമുക്ക് 30-ാമത്തെ ആയത്തിൽ കാണാൻ സാധിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, യാ നിസാ അൻ നബി, പ്രവാചകൻ്റെ പത്നിമാരെ, മൻ യഅതി മിൻകുന്ന ബിഫാഹിഷത്തിൻ, നിങ്ങളിൽ ആരെങ്കിലും വ്യക്തമായ വല്ല ചീത്തവൃത്തിയും കൊണ്ടുവരുന്ന പക്ഷം, അല്ലെങ്കിൽ പ്രവർത്തിക്കുന്ന പക്ഷം, ബിൻകുന്ന ബിഫാഹിഷത്തിന് മുബയ്യന, ഫാഹിഷ മുബയ്യന എന്ന് പറഞ്ഞാലാണ് വ്യക്തമായ വല്ല ചീത്ത പ്രവൃത്തിയും ചെയ്യുക. യുദാഅഫ് ലഹൽ അദാബു മിൻ ദഅഫൈനി, നിങ്ങളിൽ നിന്ന് ഏതെങ്കിലും ഒരു സ്ത്രീ ഈ രൂപത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ അവൾക്ക് 2 ഇരട്ടിയായി ശിക്ഷ ഇരട്ടിപ്പിച്ചു കൊടുക്കുന്നതാണ്. വകാന ദാലിക അലല്ലാഹി യസീറ, അത് അള്ളാഹുവിൻ്റെ മേൽ നിസ്സാരമാകുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറയുകയാണ്. ഈ ഫാഹിഷത്തിൻ മുബയ്യന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യക്ഷത്തിൽ ചീത്തയായി ഗണിക്കപ്പെടുന്ന എല്ലാ തെറ്റുകളും അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടാം, അല്ലെ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വെറുപ്പിക്കുക, അതേപോലെ തന്നെ മഹാപാപങ്ങൾ ചെയ്യുക എന്നുള്ളതൊക്കെ ഇവിടെ അർത്ഥമാക്കുന്ന കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇനി അടുത്ത ആയത്തിൽ പറയുന്നത് പോലെ മറ്റു സ്ത്രീകളിൽ നിന്ന് പ്രവാചകൻ്റെ പത്നിമാർ എല്ലാ നിലക്കും ഉന്നത പദവിയിലാണ്. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരെ പോലെ തെറ്റുകുറ്റങ്ങൾ വരാതിരിക്കുവാൻ പ്രത്യേകം ആണ് പ്രവാചകൻ്റെ പത്നിമാർ. തെറ്റുകളുടെ വിഷയത്തിൽ അത് വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അള്ളാഹു അവരോട് ഈ കാര്യമാണ് ഇവിടെ താക്കീതായിക്കൊണ്ട് പറയുന്നത്. കൂടുതൽ അറിവും പദവിയുമുള്ളവർ അള്ളാഹുവിൻ്റെ ശിക്ഷയെ കൂടുതൽ ഭയപ്പെടേണ്ടതുണ്ട് എന്നുള്ള കാര്യം ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുകയാണ്. ഇവിടെ ഫാഹിഷത്ത് എന്നുള്ളതിന് വ്യഭിചാരം എന്ന്
ഭാഷാപരമായി കൊണ്ട് അർത്ഥം നമുക്ക് കാണാൻ സാധിക്കും. അതാണ് ഇവിടെ ഉദ്ദേശമെന്നും ചില മഹാപണ്ഡിതന്മാർ പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അല്ലെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടും ഈ രൂപത്തിൽ പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. യഥാർത്ഥത്തിൽ പ്രവാചകന്റെ പത്നിമാരിൽ നിന്ന് ഈ ഒരു മഹാപാപം, വ്യഭിചാരം പോലെയുള്ള കാര്യങ്ങൾ സംഭവിക്കുക എന്നുള്ളത് അതല്ല അവിടെ ഉദ്ദേശം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു പറയുന്നുണ്ട്, ലഇൻ ശകർത ലയഹ്ബതന്ന അമലുക് ലഇൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക്. പ്രവാചകരെ, താങ്കളെങ്ങാനും ശിർക്ക് ചെയ്തു കഴിഞ്ഞാൽ താങ്കളുടെ കർമ്മങ്ങൾ നിഷ്ഫലമാകും എന്ന് പ്രവാചകനോട് പറഞ്ഞിട്ടുണ്ട്. അവിടെ ശിർക്ക് എന്നുള്ളത് പ്രവാചകൻ ഒരിക്കലും ചെയ്യില്ല. എന്നാൽ കൂടി ആ ഒരു കാര്യത്തിൻ്റെ ഗൗരവം മറ്റുള്ളവരെ ഓർമ്മിപ്പിക്കുവാൻ, അറിയിക്കുവാൻ വേണ്ടിയിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ രൂപത്തിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ വ്യഭിചാരം, ഫാഹിഷത്ത് എന്നതുകൊണ്ട് വ്യഭിചാരം ഉദ്ദേശിക്കുന്നത് ആ രൂപത്തിലാണെന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്. അഥവാ ആ ഒരു കാര്യത്തിൻ്റെ ഗൗരവം അത് പ്രവാചകനാണെങ്കിലും അല്ലെങ്കിൽ എത്ര മഹാന്മാരാണെങ്കിലും അതേപോലെ തന്നെ എത്ര പദവിയിലിരിക്കുന്നവരാണെങ്കിലും കുറ്റം ചെയ്തവർക്ക് തക്ക ശിക്ഷ കൊടുക്കുന്നതിൽ അള്ളാഹുവിന് യാതൊരു മടിയും പക്ഷഭേദവുമില്ല. സത്യത്തിനും നീതിക്കും മുമ്പിൽ എല്ലാവരും അള്ളാഹുവിൻ്റെ അടുക്കൽ സമന്മാരാണ് എന്നുള്ളതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ നമുക്ക് ഓർമ്മപ്പെടുത്തി തരുന്നത്. ഇത്തരം വിഷയങ്ങളാണ് ഈ ഒരു വചനത്തിൽ നമ്മൾ മനസ്സിലാക്കാനുള്ളത്. ഇൻഷാ അല്ലാഹ് തുടർന്നുള്ള വചനങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ നമുക്ക് മനസ്സിലാക്കാം. വ ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.